വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നാളത്തെ ഓണം എക്സാമിനുള്ള കേരള +1 അവർക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നൊരൊറ്റ വീഡിയോയിൽ. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3. ഓക്കെ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണം. നാളെയാണ് എക്സാം. ക്വസ്റ്റ്യൻ നമ്പർ 1. A is equal to x such that എന്നുള്ളതിന് ഇങ്ങനെ 2 ഡോട്ട് വരാം, ഇങ്ങനെ വരെയും വരാം കേട്ടോ. x such that x is a natural number. x is a natural number. 2 less than or equal to x less than or equal to 6. B is equal to x such that x is a prime number. X less than or equal to 7. First part, write A and B in roster form. എയുടെയും ബിയുടെയും റോസ്റ്റർ ഫോം എഴുതുക. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോ എലിമെൻറ്റ്സും കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ആ സെറ്റിനകത്ത് എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം. ഓക്കെ, എ ഈസ് ഈക്വൽ ടു റൈറ്റ്. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, ഞാൻ പറയുന്നുണ്ട്. റോസ്റ്റർ ഫോം ഓഫ് എ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പം നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 1 2 3 4 എക്സെട്ര അല്ലേ, നാച്ചുറൽ നമ്പർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ, ലെസ് ദാനേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ ഉള്ളതുകൊണ്ട് ഏത് എഴുതണം? സ്റ്റാർട്ട് ചെയ്യണം 2 3 4 5 6. ഇവിടെ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ആയിരുന്നെങ്കിൽ നമ്മൾ ഏത് എഴുതിയാൽ മതി? 3 4 5. അപ്പം ഇങ്ങനെ കോമയിട്ട് സെപ്പറേറ്റ് എഴുതുന്നതിനെയാണ്, സെറ്റിനകത്ത് എഴുതുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്ന റോസ്റ്റർ ഫോം. ഇനി ബി ഈസ് ഈക്വൽ ടു പ്രൈം നമ്പർ എക്സ്. പ്രൈം നമ്പർ എന്താ? എ സെറ്റ് എ നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ് അല്ലേ. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2 3 5 7. ഈക്വൽ ടു ഉണ്ട്, 7ഉം കൂടെ എഴുതാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. ഇനി സെക്കൻഡ് പാർട്ട്. ഇതിൽ ഞാൻ എ ഇൻ്റർസെക്ഷൻ ബി എല്ലാം പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർസെക്ഷൻ എന്താണ്, യൂണിയൻ എന്താണെന്ന് പഠിക്കാമല്ലോ. എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ് 2 3 5 2 3 4 5 6ൽ 2 3 5 രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്, അതാണ് ഇൻ്റർസെക്ഷൻ. എ യൂണിയൻ ബി. നമ്മൾ ഫസ്റ്റ് എയിലുള്ള എല്ലാം എഴുതുക. 2 3 4 5 6. 2 3 4 5 6 നമ്മൾ എഴുതി. പിന്നെന്താ? 2 3 5 അത് നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട. പിന്നെ ഏത് നമ്പറും കൂടെ എഴുതിയാൽ മതി? 7. യൂണിയൻ എന്ന് പറയുമ്പോൾ എല്ലാം അല്ലേ, യൂണിയൻ നടക്കുന്നു എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്യേണ്ട. 2 3 4 5 6 എഴുതുക. പിന്നെ നമ്മൾ നോക്കുന്നത് 2 3 5 അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതാനുള്ള നമ്പർ ഏതാ? ഇതാണ് യൂണിയൻ. ഇനി ഡിഫറൻസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ? എ മൈനസ് ബി. എലിമെൻറ്റ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്. അപ്പോൾ ഇവിടെ മൈനസിന് മുമ്പ് തുടങ്ങുന്ന ലെറ്റർ ഏതാണ്? എ. എയിൽ നിന്നും മാറ്റുക. 2 3 5 പോയാൽ പിന്നെ എന്ത് വരും? 4 6. എ മൈനസ് ബി. ഇനി ബി മൈനസ് എ ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ് ഇവിടെ ഫസ്റ്റ് സെറ്റ് ഏതാണ്? ബി. ബിയിൽ നിന്ന് നമ്മൾ 2 3 5 പോയാൽ എന്ത് കിട്ടും? 7. നിങ്ങൾക്ക് എ മൈനസ് ബി, ബി മൈനസ് എ മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. If A is a subset of B, is
സിമ്പിൾ അറിയാമല്ലോ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ എ ഇൻ്റർസെക്ഷൻ ബി ചോദിക്കാം, അല്ലെങ്കിൽ എ യൂണിയൻ ബി ചോദിക്കാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ നമ്മളിവിടുത്തെ സബ്സെറ്റ് ഏതാണ്? എ. ഏതാണോ സബ്സെറ്റ് വരുന്നത് അതായിരിക്കും ഇൻ്റർസെക്ഷൻ. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. എ 1 2, ബി 1 2 3. എ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എന്താണ്? ഓൾ എലിമെൻറ്റ്സ് ഓഫ് എ ആർ ഓൾസോ എലിമെൻറ്റ് ബി. എയിലുള്ള എല്ലാ എലിമെൻറ്റും എവിടെ ഉണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അങ്ങനെ വന്നാൽ എ സബ്സെറ്റ് ആകത്തുള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടെ നോക്കിയാൽ കോമൺ ഏത് വരും? 1 2 തന്നെ വരും അല്ലേ? അത് എ തന്നെയാണ്. അപ്പോൾ യൂണിയൻ ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ 1 2 3. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എ ഇൻ്റർസെക്ഷൻ ബി ആണ് ചോദിക്കുന്നതെങ്കിൽ സബ്സെറ്റ് എഴുതുക. എ യൂണിയൻ ബി ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? ബി എഴുതണം. Third question. Write all subsets of set 1 2 3. Number of elements in A. M elements ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എയിൽ ഉള്ള എലിമെൻറ്റ്സിൻ്റെ എണ്ണം അത് എം ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയായിരിക്കും? 2 raised to m. ഈ 2 ഫിക്സഡ് ആണ്. ഇപ്പോൾ 3 എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് വരാം? 2 raised to 3. 2 × 2 × 2 8. ഓക്കെ, ഇവിടെ അത് 1 മാർക്കിന് ചോദിക്കാം. അതിനെ ബേസ് ചെയ്തേ പറഞ്ഞതാണ്. ഇവിടെ സബ്സെറ്റ്സ് എഴുതുമ്പോൾ ഏതൊക്കെ വരെ? സബ്സെറ്റ്സ് ആർ സെറ്റ് 1. അത് നമുക്ക് 1 എലിമെൻ്റ് ഉള്ള എല്ലാം എഴുതാം. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. പിന്നെ സെറ്റ് ഇറ്റ് സെൽഫ് എഴുതാം, നൾ സെറ്റ് എഴുതാം. Null set is a subset of any set. അതും 1 മാർക്കിന് ചോദിക്കാം. ഡാഷ് is a subset of any set. Null set is a subset of any set. ഓക്കെ, 1 2 3 4 5 6 7 8. 2 raised to 3. 2 × 2 × 2. 8 സബ്സെറ്റ്സ് കിട്ടി. Question number 4. Write the power set of A is equal to 1 2. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ സബ്സെറ്റ് ഓഫ് ദാറ്റ് സെറ്റ്. എയുടെ പവർ സെറ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ പി ബ്രാക്കറ്റ് എ എന്ന് എഴുതുക. ആദ്യം ഒരു സെറ്റ് സിമ്പിൾ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാ സബ്സെറ്റും ഇതിനകത്ത് എഴുതണം. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ്. 1 2 3 4. 2 raised to 2. 4 സബ്സെറ്റ്. ഈ 4 സബ്സെറ്റ്സിനെ നമ്മളൊരു സെറ്റിനകത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? പവർ സെറ്റ് കിട്ടും. യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6. A is equal to 1 3 5. B is equal to 2 3 6. Show that De Morgan's law നിങ്ങൾക്കറിയാലോ, 2 എണ്ണം ഉണ്ട്. A union B the whole dash is equal to A dash intersection B dash. അതല്ലെങ്കിൽ A intersection B the whole dash ആണെങ്കിൽ A dash union B dash. അപ്പം നമുക്കിവിടെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ 1 മാർക്കിൻ്റെ പറയാം. യു ഡാഷ് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ഡാഷ് എന്ന് പറഞ്ഞാൽ യു. ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻറ്റ് അല്ലേ? നമുക്കിവിടെ അത് LHS എടുക്കാം. അത് വെരിഫൈ അല്ലേ? ഇപ്പം രണ്ടും ഷോ ദാറ്റാണ്. 2 LHSഉം RHSഉം ചെയ്യാം. അത് നമുക്ക് എന്ത് കാണണം? A യൂണിയൻ B. 1 2 3 5 6. 1 3 5
1 2 3 5 6. A യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. ഇപ്പം നമുക്കൊരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ ആ സെറ്റിനകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 5 6 1 2 3 5 6 പോയിട്ട് ബാക്കി നമുക്ക് എന്ത് കിട്ടും? അതൊരു സെറ്റിനകത്ത് അതാണ് കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി, ഇവിടെ ദ ഹോൾ ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കാണണം? എ യൂണിയൻ ബി. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. ഇത്രയും എലിമെൻറ്റ്സ് നമ്മൾ യൂണിവേഴ്സ് സെറ്റിൽ നിന്ന് മാറ്റണം. മനസ്സിലായി? ആ കിട്ടിയ ഇതാണ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. ഇനി നമുക്ക് RHS ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ്. അതിൽ നമുക്ക് എ ഡാഷ് ആണെങ്കിൽ 1 3 5 നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നമുക്ക് എന്ത് കിട്ടും? 2 4 6. ദെൻ ബി ഡാഷ് 2 3 6 പോണം 1 4 5. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷിലും ബി ഡാഷിലും ഏത് കോമൺ എലിമെൻ്റ് ഉണ്ട്? 4. സെറ്റ് 4. നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽസ് RHS. അത്രേ. Question number 6. Write the interval form. First question, x such that x element are -4 less than or equal to x less than 6. ഇങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് നമ്മൾ ഇൻ്റർവൽ എഴുതണം അല്ലേ? ആൻസർ ഈസ് ഇവിടെ -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6 എന്നാണ്. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ക്ലോസ്ഡ് എഴുതുക, കോമ എഴുതുക. 6 ഓപ്പൺ ആണ്, കാരണം ഇവിടെ ഈക്വൽ ടു ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് എലമെൻ്റ് ആർ -3 less than or equal to x less than or equal to 1. Answer is closed interval. Equal to ആണ് 4. Closed. ഇവിടെ രണ്ട് ലെസ് ദാൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ടും ഓപ്പൺ ആകും. ഓപ്പൺ മൈനസ് ബ്രാക്കറ്റ്, ഇങ്ങനെ ബ്രാക്കറ്റാണ്. ഇവിടെ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഓപ്പൺ -4, 6. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇനി നമുക്ക് തിരിച്ച് ഇങ്ങനെ ഒരെണ്ണം തന്നിട്ട് ഇപ്പോൾ -2 7 ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഈക്വൽ ടു ലെസ് ദാൻ 7 തിരിച്ച് എഴുതാൻ ചോദിക്കുക. R is equal to നമുക്ക് റിലേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻ എക്സ് സച്ച് ഓർഡേഡ് പെയർ എക്സ് കോമ എക്സ് ക്യൂബ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ കോമ എക്സ് ലെസ് ദാൻ 10. റൈറ്റ് R in roster form. റിലേഷൻ ഫ്രം എ ടു ബി ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലേ? ഇപ്പോൾ റിലേഷനിൽ ഓരോ എലിമെൻ്റ് എന്താ? ഈച്ച് എലിമെൻറ്റ് ഈസ് ആൻ ഓർഡേഡ് പെയർ, നോട്ട് എ സിംഗിൾ എലിമെൻറ്റ്. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു ഇവിടെ
എക്സ് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം? പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5, 7. 2, 3, 5, 7. എക്സ് കോമ എക്സ് ക്യൂബ് എന്നാണ് അല്ലേ? 2ൻ്റെ ക്യൂബ് എത്ര? 2 × 2 × 2, 3 × 3 × 3, 125. 7 × 7 49, 49 × 7 340. സെറ്റ് ക്ലോസ് ചെയ്യും. പ്രൈം നമ്പർ എക്സ് ലെസ് ദാൻ 10 2, 3, 5, 7 ൻ്റെ ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 5 ക്യൂബ് 7 ക്യൂബ്. A is equal to 1, 2, 3. ഇത് ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 14. R is a relation on A. A to A. R is a relation on A defined by R is equal to ordered pair xy such that 3x minus y is equal to 0. നമ്മൾ ഇതിനനുസരിച്ചുള്ള ഓർഡേഡ് പെയർ എഴുതും. നമുക്ക് 1 to 14 സെക്കൻഡ് സെറ്റും 1 to 14 ആണ്. നമുക്ക് ആൻസർ എങ്ങനെ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ ഡൊമെയിൻ, കോഡൊമെയിൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് എഴുതാം. ആർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. വൈ എന്ത് കിട്ടും? 3x 1, 3. നെക്സ്റ്റ് എക്സ് 2, 3 × 2 6. നെക്സ്റ്റ് 3 × 3 9, 4 12. ഇനി 5 നമ്മളെടുത്താൽ 15 വരും. സെക്കൻഡ് സെറ്റിൽ 15 ഇല്ല അല്ലേ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഈ റിലേഷൻ്റെ ഡൊമെയിൻ. അപ്പം നമുക്ക് ഈ ഇതിലെ ഓരോ ഓർഡേഡ് പെയറിൻ്റെയും എക്സ് എലിമെൻ്റ് എടുത്ത് എഴുതണം. 1, 2, 3, 4. സിംഗിൾ സെറ്റായിട്ട് നമ്മളിങ്ങനെ എഴുതണം. ഡൊമെയിൻ നമുക്ക് കിട്ടുന്ന റിലേഷനിലെ ഓരോ ഓർഡേഡ് പെയറിൻ്റെയും എക്സ് എലിമെൻ്റ് 1, 2, 3, 4 അങ്ങനെ എടുത്തെഴുതുന്ന സെറ്റിനെയാണ് ഡൊമെയിൻ. ഇനി റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ വൈ എലിമെൻറ്റ്സ്. 3, 6, 9, 12. ഇനി നമുക്ക് കോഡൊമെയിനും കൂടെ എഴുതാം. A to B ആണെങ്കിൽ നമ്മൾ കോഡൊമെയിൻ ചോദിച്ചാൽ B ഫുൾ എഴുതണം. മനസ്സിലായില്ലേ? ഇവിടെ A to A തന്നെയാണ്. ഇവിടെ രണ്ടും A ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞ കൺഫ്യൂഷൻ വരണ്ട. 1 to 14 A, സെക്കൻഡ് സെറ്റും 1 to 14 ആണ്. അപ്പോൾ നമ്മൾ കോഡൊമെയിൻ എഴുതുമ്പോൾ സെക്കൻഡ് സെറ്റ് ഫുൾ എഴുതണം. 1, 2, 3 എക്സെട്ര 14. ഇവിടെ രണ്ട് സെറ്റും ഒന്നാണ്. A to A തന്നെയാണ്. ഇതിനകത്ത് വരുന്ന എലിമെൻറ്റ്സ് ആണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ ഇവിടെ A to B, B വേറെ സെറ്റാണെങ്കിൽ അത് ഏതാണോ സെറ്റ് അതാണ് കോഡൊമെയിൻ. Question number 10. Find the range of f of x is equal to 2 minus 3x, comma x element are x greater than 0. ഇവിടെ റേഞ്ചാണ് ക്വസ്റ്റ്യൻ. എഫ് എക്സിന് നമുക്ക് ആദ്യം y എന്ന് കൊടുക്കാം. ഇപ്പോൾ -3x ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ എന്ത് വരും? പോസിറ്റീവ് 3x. x ഈസ് ഈക്വൽ ടു 2 - y ഡിവൈഡഡ് ബൈ 3.
നമുക്കിവിടെ എന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ 0. 2 മൈനസ് വൈ ബൈ 3 ഗ്രേറ്റർ ദാൻ 0. പോസിറ്റീവ് 3 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് 3 കൊണ്ട് ഇനി ഇനീക്വാലിറ്റി മാറുന്നില്ല. 2 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് 2 ഗ്രേറ്റർ ദാൻ വൈ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെന്ത് പറയാം? y ലെസ് ദാൻ 2. ദെയർഫോർ റേഞ്ച് ഈസ് ഈക്വൽ ടു y ലെസ് ദാൻ 2. ഒന്നീ 2 ഗ്രേറ്റർ ദാൻ y അല്ലെങ്കിൽ y ലെസ് ദാൻ 2. അപ്പോൾ ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 എഴുതുക, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി എഴുതുക, കോമ ഓപ്പൺ. ഇൻഫിനിറ്റിയുടെ ഇവിടെ എപ്പോഴും ഓപ്പൺ ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും നമ്മൾ ഓപ്പൺ ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എഫ് എക്സിന് y കൊടുക്കുക, എക്സ് ഈസ് ഈക്വൽ ടു ഫോമിൽ എഴുതുക. പിന്നെ കണ്ടീഷൻ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0. 2 മൈനസ് വൈ ബൈ 3 ഗ്രേറ്റർ ദാൻ 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ പോസിറ്റീവ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനീക്വാലിറ്റിക്ക് ചേഞ്ച് ഇല്ല. 2 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0, 2 ഗ്രേറ്റർ ദാൻ വൈ ഓർ വൈ ലെസ് ദാൻ 2. ലെസ് ദാൻ 2 നമ്മൾ ഇൻ്റർവൽ ഫോമിൽ എങ്ങനെ എഴുതും? 2 നമ്മളിവിടെ എഴുതുക, എന്നിട്ട് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ ഓപ്പൺ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലോസ്ഡ് എഴുതാത്തത്. Number of A is equal number of elements in A3, number of elements in B2. Find the number of relations from A to B. Number of relations from A to B. Answer എന്ത് വരും? Number of elements in A cross B. ആദ്യം നോക്കി എഴുതാം. 2 into 3 അല്ലെങ്കിൽ 3 into 2. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബി. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് എന്തായിരിക്കും? 2 raised to 6. നമ്പർ ഓഫ് റിലേഷൻസ് 2 raised to 6, 64. 2 into 2 into 2. Number 12. Number of elements in A cross A is equal to 9. 2 elements of A cross A are 0, 1, minus 1, 0. Find the set A and remaining elements. Remaining elements of A cross A. ഇവിടെ സെറ്റ് എയും എഴുതണം, റിമൈനിങ് എലിമെൻറ്റ്സ്. ഇപ്പോൾ എ ക്രോസ് എ എന്ത് വരുമെന്ന് ആദ്യം എഴുതണം നമുക്ക്. എ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? -1, 0, 1 അല്ലേ? -1, 0, 1. ഇതിൽ എ ക്രോസ് എന്ന് പറയുമ്പോൾ 3 into 3 9 എലിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇത് 2 വഴിയെ ബാക്കി റിമൈനിങ് എലിമെൻറ്റ്സ് എന്ന് എഴുതിയിട്ട് -1 വരാം. -1 0 വേണ്ട, തന്നിട്ടുണ്ട്. -1 1, 0 -1 0 0 0 1 വേണ്ട, തന്നിട്ടുണ്ട്. 1 -1 1 0 1 1. റിമൈനിങ് എലിമെൻറ്റ്സ് ആണ്. ഇത് സെറ്റിനകത്ത് എഴുതണ്ട, എലിമെൻറ്റ്സ് മാത്രമല്ല. 1 2 -1 -1 -1 1
-1 0 എഴുതാത്തത് ഇവിടെ ഉണ്ട്. പിന്നെ 0 -1 0 1 ഉണ്ട്, 0 0, പിന്നെ 1 -1 1 0 1 1. ഇത് എത്രയായി? 1 2 3 4 5 6 7 8 9. ഇങ്ങനെ 9 എലിമെൻറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആണെങ്കിൽ നമുക്കിങ്ങനെ y ആക്സിസ് കറക്റ്റ്. ഇപ്പോൾ 1 -1 എടുത്താലും +1 വരും, +1 എടുത്താലും 1, 0ക്ക് 0, അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് x -2 ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. മോഡ് x -2 എക്സ് എഫ് എക്സ്. നമുക്ക് 2-3 വാല്യൂ കൊടുത്ത് നോക്കാം. ഇപ്പോൾ -2 ആണെങ്കിൽ എന്ത് വരും? -2 -2 -4, അബ്സല്യൂട്ട് വാല്യൂ 4. -1 ആണെങ്കിൽ 3. 0 2 1 1 2 0. -1 -2 1 2 3 -2 4 -1 3 0 2. -2 -2 absolute value of -4 4. -1 -2 -3 absolute value 3. 0 -2 1 1 2 -2 0. നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ x -2 y +4, x -1 y 3, x 0 2 എന്ന് പറയുമ്പോൾ y ആക്സിസിൽ x1 y1 2 0. ഇനി 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 -2 1, ഒരു പോയിൻ്റും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. 4 ആണെങ്കിൽ എന്ത് വരും? 2. സ്കെയിൽ വെച്ച് നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് വരയ്ക്കുന്ന 5 ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരും. ഇങ്ങനെ മോഡ് x ആണെങ്കിൽ ഒറിജിനിൽ കൂടെ പോകും. മോഡ് x -2 വന്നപ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. Question number 14. Find the domain and range. F of x is equal to minus mod x. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിന് എന്ത് റിയൽ നമ്പറും കൊടുക്കാം. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ R. പക്ഷെ ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പം എക്സിന് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്താലും അത് പോസിറ്റീവ് വരും മോഡ് എക്സ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഔട്ട് സൈഡ് ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. നമുക്ക് എന്താ എഴുതാം? -∞ 0 കൊടുത്താൽ 0 വരും. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് നോൺ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് എഴുതാം. സെൻറ്റൻസ് ആയിട്ടാണെങ്കിൽ സെറ്റ് ഓഫ് നോൺ പോസിറ്റീവ് റിയൽ നമ്പർ. സെറ്റ് ഓഫ് നോൺ പോസിറ്റീവ് അല്ലാത്ത, നമ്മൾ അങ്ങനെ എടുത്തു പറയാമെങ്കിൽ ഇവിടെ 0 എന്താണ്? 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തെഴുതുന്നത്. 0 കൊടുത്താൽ 0 വരും. പക്ഷേ വേറെ എന്ത് നമ്പർ കൊടുത്താലും മോഡ് എക്സ് പോസിറ്റീവാണ്. പക്ഷേ ഔട്ട് സൈഡ് ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതിയാലും മതി. -∞ 0 ക്ലോസ്ഡ് അവിടെ കൊടുത്താൽ മതി.
Question number 50. f of x is equal to root of 9 minus x square. Domain and range. ഇപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഇമാജിനറി ആവും. അപ്പം നമുക്ക് ഡൊമെയിൻ എഴുതുമ്പോൾ എന്താണ് 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഓർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഡൊമെയിൻ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റർവൽ -3. ഇതാണ് ഡൊമെയിൻ. ഡി എന്നിട്ടിരിക്കുന്ന ഡൊമെയിൻ. ഇനി നമുക്ക് റേഞ്ച് നോക്കാം. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കറിയാമല്ലോ ഫംഗ്ഷനിൽ തന്നെ എക്സ് കോർഡിനേറ്റ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ -2 3 വന്നു, -2 1 അങ്ങനെ വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനല്ല. അപ്പോൾ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. y മീൻസ് root of 9 minus x square. 9 minus x square greater than or equal to 0. y square is equal to 9 minus x square. Nine minus y square greater than or equal to 0. So -3 less than or equal to y less than or equal to 3. പക്ഷെ നമുക്കിങ്ങനെ കിട്ടിയാലും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? റേഞ്ച് ഈസ് ഈക്വൽ ടു നമ്മൾ 0 മുതൽ തുടങ്ങും. 0,3. നമുക്കിവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു. 0 3 0 -3 എന്ന് പറയുമ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റ് എന്താ? റിപ്പീറ്റ് ചെയ്യും. നമ്മളിവിടെ y എപ്പോഴും പോസിറ്റീവാണ് എടുക്കുന്നത്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കിട്ടിയാലും നമ്മൾ റേഞ്ച് ചെയ്തെടുക്കത്തുള്ളൂ. ക്ലോസ്ഡ് ഇൻ്റർവൽ 0,3. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0,3. ട്രിഗണോമെട്രി ഒന്ന് നോക്കാം. വൺ മാർക്ക് ക്വസ്റ്റ്യനാണ്. 1 + tan 15 degree by 1 - tan 15 degree is equal to dash. നിങ്ങൾ ഈ ഒരു ഫോർമുല ഓർത്തിരുന്നില്ല. 1 + tan θ by 1 - tan θ is equal to tan 45 degree plus θ. ന്യൂമറേറ്റർ പ്ലസ് ആണ്. ഇതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? tan 45 plus 15 tan 60. tan 60യുടെ വാല്യൂ √3. ഡിഗ്രി രണ്ട് പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് 25 degree is equal to ഡാഷ് റേഡിയൻ. നമുക്കറിയാം ഡിഗ്രിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180. 5 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. സോ ആൻസർ ഈസ് 5π/36 റേഡിയൻ. റേഡിയൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാത്രം എഴുതിയാൽ മതി. 5π/36. ഇനി ഇതിലൊരു പാർട്ട് കൂടെ ഉണ്ട്. സെക്കൻഡ് പാർട്ട് cos x is equal to -1/2. x is in third quadrant. Find sin x and tan x. ഒരു ഫിഗർ വരച്ചും ഐഡൻറ്റിറ്റി വെച്ചും ചെയ്യാം. ഫിഗറാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ നോക്കുക. നമ്മൾ എക്സ്
കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ എടുക്കുമ്പോൾ ആ സൈഡ് ഇതാണ് അഡ്ജസൻറ്റ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ വെർട്ടെക്സ് മാറ്റി ബാക്കി നോക്കുക, ഇതാണ് ഓപ്പോസിറ്റ്. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ നമ്മൾ 1 എഴുതുക, 2. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ സൈഡ് എന്ത് വരും? 4 - 1 3 √3. ഇനി ഏത് ക്വാഡ്രൻ്റ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി എഴുതാൻ. ഇൻ ദ തേർഡ് ക്വാഡ്രൻ്റ് സൈൻ ഈസ് നെഗറ്റീവ്. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ മൈനസ് എഴുതുക, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇൻ ദ തേർഡ് ക്വാഡ്രൻ്റ് ടാൻ ഈസ് പോസിറ്റീവ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് √3/1. (11/14 റേഡിയൻ) ഡാഷ് ഡിഗ്രി. ഇനി നമുക്ക് റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 180/22/7, 7 ന്യൂമറേറ്റർ. 180/4 45 ഡിഗ്രി. ഇവിടെ ഡിഗ്രി എന്നുണ്ട്, 45 എന്ന് ഇവിടെ എഴുതിയാലും മതി. 45 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 19. സൈൻ 765 ഡിഗ്രി. ഇപ്പം നമുക്ക് വലിയ ആംഗിളൊക്കെയാണ് തരുന്നതെങ്കിൽ, ഇപ്പോൾ 180 ആണ്, 150 ആണ്, 180 - 30. ഇപ്പോൾ 180 വരുമ്പോൾ സൈൻ 30, ദ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ഈസ് പോസിറ്റീവ്. നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വലിയ ആംഗിളാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ഓരോ 360യുടെ മൾട്ടിപ്പിൾ 360 × 2 720 അല്ലേ? നമ്മൾ ഓരോ റൊട്ടേഷൻ, ഇപ്പോൾ 360 നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത് 360 എത്തുമ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. വീണ്ടും നമ്മൾ 720 ആകുമ്പോൾ എന്താവും? 2 റൊട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇവിടെ എത്തും, ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പം നമുക്ക് 360 ഡിഗ്രിയാണ് തരുന്നതെങ്കിൽ നമുക്ക് 360യുടെ മൾട്ടിപ്പിൾസ് എത്രയുണ്ടോ അത്രയും നമുക്ക് മാറ്റാം. 765 എങ്ങനെ എഴുതാം? 720 + 45. 720 പോയാൽ നമുക്ക് ബാക്കി എന്തുണ്ട്? സൈൻ 45 1/√2. Question number 20. Sin 31π/3. 31π, 31ൽ 3 10 ടൈംസ് പോകും അല്ലേ? 10π + π/3. ഇപ്പോൾ ഇവിടെ റേഡിയൻ മെഷർ ആണെങ്കിൽ 2πയുടെ മൾട്ടിപ്പിൾസ് അങ്ങ് മാറ്റിയാൽ മതി. കാരണം 2π എന്ന് പറഞ്ഞാൽ എന്താ? 360 ഡിഗ്രി അല്ലേ? 10π എന്ന് പറയുമ്പോൾ 5 റൊട്ടേഷനായി. സൈൻ π/3. പൈ എന്ന് പറഞ്ഞാൽ 180, 180/360, സൈൻ 60യുടെ വാല്യൂ √3/2. Prove that cos 3x plus cos 7x minus cos 2x whole divided by sin 7x minus sin 3x minus sin 2x is equal to cot 2x. നമ്മൾ LHSൽ ഇവിടെ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? 2xലാണ്. അപ്പം നമ്മൾ ആ 2 ടേം ഒന്നും ചെയ്യണ്ട. cos 3x plus cos 7x എങ്ങനെ എഴുതാം? 2 cos 3x plus 7x 10x/2. നിങ്ങൾ ആ ഫോർമുലയൊക്കെ പഠിക്കണം കേട്ടോ. 3 - 7 - 4. പിന്നെ കോസ് മൈനസ് തീറ്റ എന്താ? പോസിറ്റീവ് കോസ് തീറ്റ. അതുകൊണ്ട് മൈനസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. മൈനസ് cos 2x whole divided by sin x minus sin y 2 sin 10x/2.
sin x minus sin y 2 cos നമുക്കിതിനെ 10x/2 5x എന്നങ്ങ് എഴുതാം. 2 cos 7 + 3 10 10/2 5 sin 7 - 3 4 4 1/2 2. ഇനി നോക്കാം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് കോമൺ എടുക്കാം? cos 2x sin 2x. cos 2x into within the bracket 2 cos 5x minus 1 sin 2x into 2 cos 5x minus 1. Cancel. We get cot. Cos by sin എന്താ? cot. RHS. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നിർത്താം. പ്രൂവ് ദാറ്റ് tan pi/4 plus x by tan pi/4 minus x 1 plus tan x by 1 minus tan x the whole square. നോക്കാം LHS. tan a plus b tan a plus tan b by 1 minus tan a tan b. tan pi/4 plus tan x by 1 minus tan pi/4 into tan x whole divided by tan pi/4 minus tan x by 1 plus tan pi/4 into tan x. tan pi/4 1 plus tan x by 1 minus 1 into tan x whole divided by 1 minus tan x by 1 plus tan x. നമുക്കതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡിജ് ഇൻറ്റു 1 plus tan x by 1 minus tan x. രണ്ടും സ്ക്വയർ ഒരേ ടൈം വരും. 1 plus tan x by 1 minus tan x. വാല്യൂ sin 30 അതിൻ്റെയൊക്കെ വാല്യൂ വെച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കണം. എങ്കിലും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് 3 ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. വേറെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക, ഇതും പഠിക്കുക. ഓക്കെ, എല്ലാവരും നന്നായി എഴുതണം.